യുദ്ധം ആരംഭിച്ചു, ഇസ്രായേലിനെ തകർക്കും. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക് നീങ്ങുന്നതിനിടെ യുദ്ധകാഹളം മുഴക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി. യുദ്ധം ആരംഭിക്കുന്നു എന്നായിരുന്നു ആയത്തുള്ള അലി ഖമീനിയുടെ സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പ്. ഭീകരരായ സയനിസ്റ്റ് സമൂഹത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും സയനിസ്റ്റുകളോട് ഒരു ദയയും കാണിക്കില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഡ്രോണുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഇസ്രായേലിലേക്ക് അയച്ചതെന്ന് ഇറാൻ സേന പറഞ്ഞു. എന്നാൽ ചാവുകടൽ മേഖലയിൽ 2 ഡ്രോണുകളെ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ സേനയും അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഡിസ്ട്രിക്ട് 18 എന്നറിയപ്പെടുന്ന മേഖലയിൽ ഉള്ളവർ ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നു. ടെഹ്റാനിലെ പിറൂസി, സബാലൻ, സയ്യദ് മേഖലകളിൽ സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നയം വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ചെന്ന മറുപടിയുമായി ആയത്തുള്ള അലി ഖമീനി രംഗത്തെത്തിയത്. ഖമീനി എവിടെയാണുള്ളതെന്ന് US-ന് അറിയാമെന്നും അദ്ദേഹം എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അതിനിടെ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയ ആയത്തുള്ള അലി ഖമീനി ഇറാൻ സൈന്യത്തിന് അധികാരങ്ങൾ കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. US-ന്റെ ഭീഷണിയും ഇസ്രായേലിന്റെ ആക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഖമീനിയും കുടുംബാംഗങ്ങളും വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മകൻ മുജ്തബ ഉൾപ്പെടെയുള്ളവരാണ് ഖമീനിക്കൊപ്പം കൂടെയുള്ളതെന്നും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. അതേസമയം വിശ്വസ്തരായ സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ആയത്തുള്ള അലി ഖമീനി ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ അലി ഷാ ദമാനിയെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത കമാൻഡർമാർ അടക്കം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ നേതൃത്വത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ സുരക്ഷ കണക്കിലെടുത്ത് ജെറുസലേമിലെ US എംബസി താൽക്കാലികമായി അടച്ചു. സുരക്ഷാ സാഹചര്യവും ഇസ്രായേൽ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ മാർഗനിർദ്ദേശങ്ങളും കണക്കിലെടുത്ത് ജെറുസലേമിലെ US എംബസി വെള്ളിയാഴ്ച വരെ അടച്ചിടും. ഇതിൽ ജെറുസലേമിലെയും ടെൽ അവീവിലെയും കോൺസുലാർ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ US എംബസിയുടെ ടെൽ അവീവ് ബ്രാഞ്ചിന് സമീപം ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇസ്രായേലിലെ US അംബാസഡർ പറഞ്ഞിരുന്നു. US ഉദ്യോഗസ്ഥർക്കാർക്കും പരിക്കേറ്റിട്ടില്ല. പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ടെൽ അവീവിന് മുകളിലൂടെ പറക്കുന്ന 1ലധികം മിസൈലുകൾ കാണാമായിരുന്നു. ടെൽ അവീവിൽ US എംബസിയിൽ നിന്ന് 100 മീറ്റർ അകലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഹോട്ടലുകളുടെയും വീടുകളുടെയും ജനാലുകൾ ഉൾപ്പെടെ തകർന്ന ആക്രമണത്തിൽ നിരവധി സ്ഥാപനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.